2016 ശേഷം ഏറ്റവും ഡിഫിക്കൽറ്റി ആയിട്ടുള്ള പേപ്പറാണ് ഈ ഒരു 2025 അധ്യയന വർഷം കിട്ടിയിട്ടുള്ളത് എന്നുള്ള എല്ലാ കുട്ടികളും സംസാരിക്കുന്നുണ്ട്. സോ എനിക്ക് വരുന്ന കോഴ്സും എൻ്റെ ഓഫീസിലോട്ട് വരുന്ന കോഴ്സിലും മെജോറിറ്റി കോഴ്സിനും സ്റ്റുഡൻസ് പറയുന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിരിക്കുന്നു എക്സാംസ് എന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ പേജിൽ ഞാൻ 1-2 സ്റ്റോറീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നു. അതിനകത്ത് കുട്ടികൾ ടെക്നിക്കലി കരയുവാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു എക്സാം നീറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. നീറ്റ് 2016 തുടങ്ങിയിട്ട് അപ്പോഴായിരുന്നു ഏറ്റവും ടഫ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ വരുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വിദേശത്തെ MBBSനെ പ്രൊമോട്ട് ചെയ്യുകയോ നാട്ടിലെ MBBSനെ ഡീഗ്രേഡ് ചെയ്യുകയോ വിദേശത്തോട്ടുള്ള കൺവേർഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഫാക്ച്വൽ കാര്യങ്ങളും നാട്ടിൽ കിട്ടാനുള്ള സാധ്യതകളും നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ തരികയാണ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ ഇന്ന് കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം മുന്നേ കഴിഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് ആരെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? +2 കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ല. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ 1 തവണയോ 2 തവണയോ 3 തവണയോ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികളാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കണക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം 400 മാർക്കോ അല്ലെങ്കിൽ 500 മാർക്കോ ഈവൻ ഒരു 600 മാർക്കോ മേടിച്ചൊരു കുട്ടി ഈ വർഷം 650 670 മേടിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മേടിച്ചിട്ട് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിലോ ഒരു സീറ്റിന് വേണ്ടി നോക്കുന്ന ഒരു കുട്ടി പോട്ടെ, ഒരു 500 മാർക്ക് മേടിച്ചു, അടുത്തതിൽ ഒരു 600 100 മാർക്കിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടി എവിടെ നിന്നായിരിക്കും കൂടുതൽ പ്രിപ്പയർ ചെയ്ത് ഇരിക്കുന്നുണ്ടാവുക? എക്സാംസിൻ്റെ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ വർഷം ഫിസിക്സ് എക്സാം വളരെ ടഫ്നെസ്സും കെമിസ്ട്രി ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ കുട്ടി ഒരു വർഷം റിപ്പീറ്റ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ബലം പോവുകയാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇയർ കളഞ്ഞത്? ഇത്ര നിരുത്തരവാദിത്വപരമായിട്ട് നടത്തേണ്ട ഒരു എക്സാം ആണോ ഈ നീറ്റ് എന്നുള്ളത്? സോ നമുക്ക് കുറച്ച് കമൻറ്റ് റിയാക്ഷനിലോട്ട് പോവാം. അതായത് എൻട്രൻസ് നീറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കമൻറ്റ് റിയാക്ഷൻസ്. അതിൽ ഒരു കൊച്ച് എഴുതിക്കുകയാണ്, അതായത് ഞാൻ റിപ്പീറ്ററാണ്, എക്സാം കഴിഞ്ഞ് പുറത്ത് എന്നെ കാത്തു നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. സോ എന്ന് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളൊക്കെ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് 1, 2, 3 വർഷം കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഒരു ലോജിക്കലും ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇടുന്നു, കുട്ടികൾ ഫെയിലാവുന്നു, പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല, പല കുട്ടികളും സൂയിസൈഡ്സിൻ്റെ കാര്യങ്ങളിലോട്ട് പോകുന്നു, പലരും വീണ്ടും 2, 3 തവണ റിപ്പീറ്റിങ്ങിന് പോകുന്നതും അതും ഇനി അടുത്ത വർഷം ഈ എക്സാം എങ്ങനെ നടക്കുന്നുള്ള ഒരു പ്രതീക്ഷയില്ലാണ്ട് 1, 2 വർഷം കൊണ്ടേ കളയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് നീറ്റ് എഴുതുന്നത്, വെറുതെ ക്രാഷ് ക്ലാസ് മാത്രം കണ്ട് എഴുതാൻ പോയതാ, ബട്ട് റിപ്പീറ്റേഴ്സ് കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി. ഒരു കുട്ടി ആദ്യമായിട്ട് നീറ്റ് എഴുതാൻ വേണ്ടി പോയിക്കുകയാണ്. സോ ആ കുട്ടി ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് ക്രാഷ് കോഴ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് 3 മാസം പഠിച്ച് പോയി എഴുതി. പക്ഷേ റിപ്പീറ്റിംഗ് ചെയ്യുന്ന കുട്ടികൾ കരയുന്ന കണ്ടപ്പോൾ ആ കുട്ടിയുടെ ബോധം പോയി. ആ കുട്ടിയുടെ ബോധം പോകാനുള്ള പ്രധാന കാരണം അടുത്ത കൊല്ലം ആ കുട്ടിയും റിപ്പീറ്റ് ചെയ്യും. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ കുട്ടി അടുത്ത കൊല്ലം ആ കുട്ടി തന്നെ എഴുതേണ്ടി വരും. സോ ഭാവിയിൽ പോകേണ്ട ബോധം കുട്ടിയുടെ നേരത്തെ പോയതാണ്. ഞാനിത് തമാശ രൂപേണ പറയുന്നതല്ല, ഒരവസ്ഥ ഞാൻ മൊത്തത്തിൽ പറയുന്നതാണ്. ഇനി അടുത്തത്, ഒരുപാട് ദിവസത്തെ ഡേ ആൻഡ് നൈറ്റ് ഹാർഡ് വർക്ക് 3 hours കൊണ്ട് കൊണ്ടുപോയി സാർ, എന്തു ചെയ്യുമെന്ന് അറിയില്ല, വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് തവണ ഡിസ്കഷൻ ചെയ്തതാണ്. കുട്ടികൾ 2, 3, 4 വർഷമൊക്കെ കണ്ടിന്യൂസ് പഠിക്കുന്നു. ഈ പഠിക്കുന്ന ടൈമിൽ തന്നെ ഒരു ദിവസം പോലും വാക്കൻസി ആക്കൂല. ഇപ്പം ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത് തരുന്ന ടൈമിൽ ഞങ്ങൾക്ക് പെരുന്നാളിന് 1 ദിവസം ലീവ് വന്നു. ആ 1 ദിവസത്തെ ലീവിന് ഞാൻ വീട്ടിൽ പോകാണ്ട് പുറത്ത് ഒരു ദിവസം റൂം എടുത്തിട്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആലോചിക്കണം, 10 മാസത്തെ കണ്ടിന്യൂസ്. ഇതിനകത്ത് ആകെ പെരുന്നാൾക്കും ഓണത്തിനും വേറൊരു പെരുന്നാൾക്കും ഒരു ദിവസം വെച്ചിട്ട്, അതായത് ഈ 10 മാസത്തിനിടയിൽ ആകെ കിട്ടുന്ന ദിവസം 3 ദിവസത്തെ ലീവാണ്. ഈ 3 ദിവസത്തെ ലീവിൻ്റെ ഇടയിൽ ഒരു ദിവസം ഹോളിഡേ ആണെന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ പോകാണ്ട് ഞാൻ കോഴിക്കോട് റൂം എടുത്ത് പഠിച്ചിട്ട് പിറ്റേന്ന് കൊണ്ടും പോയിട്ടുണ്ട്. സോ അത്രക്ക് പ്രഷേർഡാണ് അതിനകത്ത്. സോ ഇങ്ങനെയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. എന്നിട്ടും എക്സാംസൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എക്സാംസ് ഇങ്ങനെ ആയി പോകുക എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. വേറൊരു കുട്ടി നെഗറ്റീവ് അടിച്ചിട്ട് ടോട്ടൽ 20 മാർക്സ് എല്ലാം കിട്ടുമോ എന്നാണ് ഡൗട്ട്. അതായത് 20 മാർക്ക് പോലും കിട്ടുമെന്നുള്ളത്. ഇത് റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണ്. വീട്ടിൽ നല്ല പ്രഷറുണ്ട്, സൂയിസൈഡ് ചെയ്യാൻ തോന്നുവാണ്, പറ്റുന്നില്ല, ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു കുട്ടികളെ ഇനിയിപ്പോൾ നീറ്റ് അത്ര ടഫാണെങ്കിലും അല്ലെങ്കിലും ഈ കുട്ടികൾ സൂയിസൈഡ് ചെയ്യാനൊക്കെ തോന്നുകയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത്? സൂയിസൈഡ് ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ കുട്ടി എത്രത്തോളം പ്രഷേർഡ് ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, 2 വർഷം 3 വർഷം റിപ്പീറ്റ് ചെയ്തു, എക്സാം ഭയങ്കര കടുകട്ടിയായിപ്പോയി, സൂയിസൈഡ് ചെയ്യാൻ തോന്നുകയാണ്. ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങൾ ജനറേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ അടിച്ചിട്ടോ ഒന്നല്ല. നിങ്ങൾ നീറ്റ് റിലേറ്റഡ് ആയിട്ടോ നാട്ടിലെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും താഴത്തുള്ള കമൻറ്റ്
സെക്ഷൻ നോക്കിയാൽ മതി. ഇതോ അതല്ലെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള കമൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇനി നീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒന്നിൻ്റെ അവസാനമല്ല. നീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യുക. ഇനി MBBS ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിദേശത്തോട്ട് നോക്കാൻ പറ്റും. ഇത് ഒരു എൻട്രൻസിൽ പാസ്സായിന്നോ മെഡിക്കൽ കോളേജിൽ കയറി എന്നുള്ളതൊന്നും ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടത്തിലോട്ടൊന്നും എത്തുന്നില്ല. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഈ എൻട്രൻസ് എന്ന് പറഞ്ഞത് അത് മാത്രമല്ല ലോകം, അത് നമ്മളെ ലോകത്തിലെ ഒരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയേ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു കുട്ടിയുടെ വേറൊരു കമൻറ്റ്, കഴിഞ്ഞ ഇയർ 4 മാർക്കിന് ഈ കുട്ടിക്ക് MBBS സീറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ വർഷം 400ൻ്റെ താഴെയാണ് കിട്ടുക. അതായത് കഴിഞ്ഞ കൊല്ലം ഈ കുട്ടിക്ക് മിക്കവാറും ഒരു 600 594 അല്ലെങ്കിൽ 590 കിട്ടിയ കുട്ടിയാവും. അത് ഡെവലപ്പ് ചെയ്തിട്ട് 600 650 എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി 1-2 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ വർഷം 400ലും താഴെ എന്നുള്ളത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്ത കുട്ടികളാണ്. +2 കഴിഞ്ഞ് പോയിട്ട് എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് +2ൻ്റെ കൂടെ 3 മാസത്തെ ക്രാഷ് കോഴ്സും പഠിച്ചുകൊണ്ട് പോയി. ഇനി തോറ്റാലും പാരൻസ് പറയും ഫസ്റ്റ് തവണ അല്ലേന്ന് മതി വിട്ടേക്കും. ഈ റിപ്പീറ്റ് ചെയ്ത കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, റിപ്പീറ്റ് എന്ത് ട്രസ്റ്റിൽ ചെയ്യും. ഇപ്പോൾ ഇപ്രാവശ്യം ക്രാഷ് എഴുതിയിട്ട് ഫെയിലായ ഒരു കുട്ടി അടുത്ത വർഷം റിപ്പീറ്റിങ്ങിന് പോകുമ്പോൾ എന്ത് വിശ്വസിച്ചിട്ട് ചെയ്യും? റിപ്പീറ്റ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന വല്ല പ്രതീക്ഷയുണ്ടോ? ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു തന്നെ വരുന്ന വല്ല ഓപ്ഷനുണ്ടോ? MBBS പഠിക്കാൻ പോണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാനദണ്ഡത്തിലാണോ ക്വസ്റ്റ്യൻസ് ഇടുന്നത്? വല്ല JEO അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടോപ്പ് കോളേജിലോ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. സോ എന്ത് വിശ്വസിച്ചിട്ട് ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്യും? 20 ലക്ഷത്തിൽ ആർക്കൊക്കെ കിട്ടും? എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. 2-3 റിപ്പീറ്റ് ചെയ്തവരുമാണ്. അതായത് ഒരു കുട്ടി കഷ്ടപ്പെട്ട് 1 വർഷം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി പറയാം 20 ലക്ഷം പേര് എഴുതിയതിൽ ഇനി എന്താണ് ഈ 2-3 റിപ്പീറ്റ് ചെയ്തവർക്ക് കിട്ടുമെന്ന്. ഒരിക്കലും കിട്ടൂല. കാരണം 2-3 റിപ്പീറ്റ് ചെയ്തവർ തന്നെ എനിക്ക് തോന്നുന്നു 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ ഒക്കെ മേലെ കുട്ടികളുണ്ട്. അതായത് 2-3 തവണ റിപ്പീറ്റ് ചെയ്തവർ 2-3-4 ലക്ഷം കുട്ടികൾ പരമുണ്ട്. ആകെ 1 ലക്ഷം സീറ്റാണ് ഗവൺമെൻറ്റും പ്രൈവറ്റും സെൽഫ് ഫിനാൻസും NRIയും എല്ലാം കൂടെ ചേർന്നിട്ട്. സോ ഒരു കുട്ടി 1 വർഷം റിപ്പീറ്റ് ചെയ്താൽ തന്നെ ആ കുട്ടിക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം 2 തവണയും 3 തവണയും 4 തവണയും റിപ്പീറ്റ് ചെയ്തൊരു 2-3 ലക്ഷം ആൾക്കാരുണ്ട്. ആകെ 1 ലക്ഷം സീറ്റേ ഉള്ളൂ. ഈ കമൻറ്റും ഈ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കുട്ടിയുടെ അമ്മ പറഞ്ഞു ഇത്ര ഇനി റിപ്പീറ്റിങ്ങിനൊന്നും പോകണ്ട. സോ ഇപ്പോഴെങ്കിലും ഈ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുക, ഇതിൽ ഇത്രയും പ്രഷേർഡ് ആവാണ്ടിരിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ MBBS ആണെങ്കിൽ MBBS നാട്ടിലോ വിദേശത്തോട്ടോ നോക്കുക. ഇനി വിദേശത്ത് താല്പര്യം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകുക. 1, 2, 3, 4 വർഷം റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഒരു കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എൻട്രൻസിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് വശങ്ങൾ മാർക്കറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിനകത്ത് വീണ്ടും 1, 2, 3 വർഷം കൊണ്ടുപോയിട്ട് കളയാണ്ടിരിക്കുക. ഒരു കുട്ടി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് എഴുതിയിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രൂവ്ഡ് അഗെയിൻ ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് ജോബ്. ആൾറെഡി മെനി ചിൽഡ്രൻസ് ലൈഫ് ആർ ഇൻ സ്റ്റേക്ക്. They continue doing it every year. I think failure of holistic plan while arranging all the 3 subjects with respect to its timing complexity to solve in 3 hours. അതായത് ഈ കുട്ടി പറയുന്നത് ഇതുണ്ടാക്കിയ കമ്മീഷൻ, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പക്ക ഫെയിലിയറാണ്. എന്തുകൊണ്ട് ഫെയിലിയറാണെന്നാണ് പറയുന്നത്? 2, 3, 4 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 3 മണിക്കൂറിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഇടരുത് എന്നുള്ള രീതിയിൽ ആ കുട്ടി ഡിപ്രസ്ഡാണ് എന്നുള്ള രീതിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കമൻറ്റാണ് അത്. ഇനി ഒരു കുട്ടി എഴുതിക്കുകയാണ്, ഐ ആം ഗോയിങ് ത്രൂ ഡിപ്രഷൻ, എവരി വൺ ഈസ് ബ്ലെയിമിങ് മീ, കാണ്ട്. ഒരു കുട്ടി പറയാണ്, അതായത് ആ കുട്ടി ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുട്ടീനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്താ കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്, വേറൊരു കുട്ടി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, 400 നോക്കിയപ്പോൾ സെൽഫ് ഫിനാൻസ് കിട്ടുമോ ജനറലാണ്? ഒരിക്കലും കിട്ടില്ല. ജനറൽ കാറ്റഗറിക്ക് മിനിമം എത്ര ഡെഫിനസ് ആണെങ്കിലും 550 മേലെ അല്ലെങ്കിൽ 600 മേലെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. കുട്ടി പറഞ്ഞിരിക്കുകയാണ്, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയാണ്, 3ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു, ഇനി വേറൊരു ഓപ്ഷനും കാണുന്നില്ല. എന്തിനു മോളെ സൂയിസൈഡ്? അതായത് ഈ MBBS ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും നമ്മുടെ ലോകത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം മാത്രമാണ്. അതല്ലാണ്ട് ഇത് നമ്മുടെ ലോകമായിട്ട് കാണരുത്. നിങ്ങൾ MBBS പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻട്രൻസിൽ നാട്ടിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ച് നമ്മളെ കരിയർ സക്സസ് ആവുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും ഹാപ്പി ആവില്ലേ? ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കുക, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് നോക്കണ്ട, വേറെ ഏതെങ്കിലും കോഴ്സിന് പോവുക, റിപ്പീറ്റിംഗ് ഒഴിവാക്കുക. ഇനി MBBS അത്ര താല്പര്യമാണെങ്കിൽ പുറത്തേക്ക് പോവുക. ഒരു കുട്ടി ചോദിക്കുകയാണ്,
526 is in my 4th attempt. Last year 646. But now I scored an average of 620 in brilliant model. It seems 100 marks reduced. അതായത് ഒരു കുട്ടി പറയുന്നത് കഴിഞ്ഞ കൊല്ലം 646 ഉണ്ട്. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അതിൽ കൂടുതൽ മാർക്ക് കിട്ടും. 646 ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 700 അല്ലെങ്കിൽ 680 കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അവിടെ കിട്ടും എന്ന് വിചാരിച്ച്. പക്ഷേ സംഗതി എന്താ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ 100 മാർക്ക് കൂടിയും കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കി നോക്കുമ്പോൾ 526 മാർക്കുള്ളൂ. സോ നമ്മൾ ചിന്തിക്കില്ലേ അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കൂടും, നമുക്ക് ഡെവലപ്ഡ് ആവാമെന്ന്. പക്ഷെ അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയോ അങ്ങനെ എന്ത് ചോദിക്കുന്ന പോലും ഒരു ഉറപ്പില്ലാത്തൊരു എക്സാമാണ് എന്നാണ് പറഞ്ഞു വന്നത്. അതായത് 2-3 വർഷം റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്ക് 4ാമത്തെ വർഷം ചിലപ്പോൾ 3ാമത് റിപ്പീറ്റ് ചെയ്തതിനേക്കാളും കുറവാണ് സ്കോർ. ഒരു കുട്ടി ചോദിച്ചിരിക്കുകയാണ്, മെഡിക്കൽ കോഴ്സുകൾക്ക് ഫിസിക്സ് ഇത്രയും ബ്രില്യൻ്റ് ആയവർ കൂടുതൽ കയറിക്കൂടാൻ ചാൻസ് കൂടില്ലേ ഇങ്ങനെ. അതായത് ഒരു കുട്ടി ചോദിച്ചിരിക്കുകയാണ്, ഫിസിക്സിൽ ഇത്രയും ടഫ്നെസ് ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ആ ഫിസിക്സിൽ കൂടുതൽ സ്കോർ ചെയ്യുക? MBBSനേക്കാളും ഫിസിക്സിലോ അല്ലെങ്കിൽ മാത്സിലോ അതല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിലോ കൂടുതൽ കയറിക്കൂടാൻ കഴിവുള്ള കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഈ നീറ്റിനകത്ത് എന്ത് ചെയ്യും? മെഡിസിൻ രംഗത്ത് ശോഭിക്കാൻ പറ്റുന്ന കുട്ടികളെ കണ്ട് ബാക്കിലേക്ക് വരും, എഞ്ചിനീയറിംഗ് രംഗത്ത് ശോഭിക്കാൻ പറ്റുന്ന കുട്ടികളെ കണ്ട് മേപ്പോട്ട് പോകും. സോ ഒരു ലോജിക്കും ഇല്ലാത്ത ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുക, എന്നിട്ട് അതിനുവേണ്ടി കുട്ടികൾ 1-2 വർഷം റിപ്പീറ്റ് ചെയ്യുക, ഒരു ഐഡിയയും കിട്ടുന്നില്ല. സോ ഇതാണ്. സോ ഇതിനകത്ത് കറക്റ്റായിട്ട് ആ കുട്ടി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരുന്നുണ്ട്. കാരണം ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് നീറ്റ് എക്സാം നടത്തിയിട്ടുള്ളത്. അടുത്തത് ഞാൻ കൂട്ടി 427 മാർക്ക് 3rd അറ്റംപ്റ്റ് ആണ്. 3 വർഷത്തെ കഷ്ടപ്പാട് 3 മണിക്കൂർ കൊണ്ട് പോയി. ഇനി എന്താ കിട്ടുന്നതിന് പോകണം, കട്ട് ഓഫ് വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു കുട്ടിയുടെ അവസ്ഥയാണ് 3 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് 427ാമത്തെ സ്കോർ. ഈ 427 സ്കോർ എന്നത് ആ കുട്ടിയുടെ പഠനത്തിലുള്ള മികവ് കുറവ് കൊണ്ടല്ല. പ്രധാന പ്രശ്നം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരികയെന്ന് അറിയില്ല, ഇതിനെ എന്ത് അനലൈസ് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത എക്സാമിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് സമയം പോയി എന്നുള്ളതാണ് ആ കുട്ടിയുടെ വിഷമം. ഇനി അടുത്തത് ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്, ഇച്ചിരി ലെങ്തിയാണ്, ഞാൻ പറയുകയാണ്. ഡിയർ നീറ്റ് ആസ്പിരൻസ്, ഞാനൊരു നീറ്റ് റിപ്പീറ്ററിൻ്റെ സ്റ്റോറി പറയാം. പുള്ളിക്കാരി നല്ല പഠിപ്പിയായിരുന്നു. ആൻഡ് ഷീ വാസ് ദ ടോപ്പർ ഇൻ ആൾ മോഡൽ എക്സാംസ് ദാറ്റ് കണ്ടക്റ്റഡ് ബൈ ബ്രില്യൻ പാല. ഈവൻ ബ്രില്യൻ പാല പോലും ആൾ ഇന്ത്യ റാങ്ക് ഒരു 10th റാങ്ക് ഹോപ്പ് ചെയ്തിരുന്നു ആൾക്ക്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ പെട്ടെന്നുണ്ടായ ഫ്രസ്ട്രേഷൻ, ടെൻഷൻ ഒക്കെ കാരണം എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നീറ്റ് ആൾക്ക് കിട്ടിയില്ല. ബട്ട് ആൾക്ക് കീമിൽ നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ CET ഒട്ടും താല്പര്യമില്ലാതെ ട്രിപ്പിളി എടുത്ത് ഓൺ ദ 4th ഇയർ ഷീ ബിക്കം ദ യൂണിവേഴ്സിറ്റി ടോപ്പർ ഇൻ ട്രിപ്പിളി. ഈ ട്രിപ്പിളി ടോപ്പർ ആകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. അങ്ങനെ പുള്ളിക്കാരിക്ക് അമേരിക്കയിൽ 2.5 crore പെർ ആനം ജോലി കിട്ടി. ഷീ ഈസ് ഹാപ്പി വിത്ത് വാട്ട് ഷീ ഹാവ്. അതുകൊണ്ട് നീറ്റ് കിട്ടിയില്ലെങ്കിലും ഒരിക്കലും വിഷമിക്കല്ല്. നിങ്ങൾക്ക് ഇതിനേക്കാൾ മനോഹരമായ അവസരം ദൈവം ഉറപ്പായിട്ടും തരും, ബിലീവ് മീ. അതായത് ഒരു കുട്ടി പാല ബ്രില്യൻസിൽ ടോപ്പ് പൊസിഷനിലുള്ളതാണ്. പാല ബ്രില്യൻസ് തന്നെ ആൾ ഇന്ത്യ റാങ്ക് 10th റാങ്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കുട്ടി, ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കണം. ആ കുട്ടി ആ ലാസ്റ്റ് നിമിഷത്തിലുള്ള ടെൻഷനും ഫ്രസ്ട്രേഷനും കാരണം എക്സാം എഴുതാൻ പറ്റിയില്ല, നീറ്റ് കിട്ടിയില്ല. ആ കുട്ടി അപ്പുറത്ത് CET എന്ന് പറഞ്ഞ എക്സാം എഴുതിയിരുന്നു. അതിൽ ട്രിപ്പിളി കിട്ടി. ട്രിപ്പിളിയിൽ കുട്ടി കോളേജ് ടോപ്പറായി. 2.5 കോടി രൂപ പ്രതിവർഷം വരുമാനമുള്ള കോഴ്സ് സാലറിയിൽ അമേരിക്കയിലെ ഒരു സ്ഥലത്ത് ജോലി കിട്ടിയിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്നറിയോ? MBBS മാത്രമല്ല ഒരു സൊല്യൂഷൻ ഉള്ളത് എന്നുള്ളത്. നിങ്ങൾ ഒരു കുട്ടിക്ക് ഏതിലേലും കഴിവുണ്ടെങ്കിൽ ആ കുട്ടിനെ ഏത് കോഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ ആ കുട്ടി അതിനകത്ത് ശോഭിക്കും. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ തന്നെയുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതല്ലാണ്ട് ഈ എൻട്രൻസിന് MBBSന് വേണ്ടിയിട്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് അത് കിട്ടാണ്ടിരിക്കുന്നത് ഒരിക്കലും നീറ്റ് എക്സാം ആ കുട്ടിയുടെ കഴിവ് തെളിയിക്കുന്ന എക്സാം അല്ല. അപ്പോൾ നിങ്ങളുടെ ഒന്നും മക്കളെ കഴിവ് തെളിയിക്കുന്ന എക്സാം അല്ല നീറ്റ്. നീറ്റിൽ അവരുദ്ദേശിക്കുന്നത് അവർക്ക് 10-27 ലക്ഷം കുട്ടികളുണ്ട്, ഇതിൽ നിന്ന് 1 ലക്ഷം ആൾക്കാരാക്കിയിട്ട് അതുകൊണ്ട് ചുരുക്കണം. അതായത് ബാക്കി 26 ലക്ഷം പേരുണ്ട് വെട്ടി ഒഴിവാക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാ പരിപാടികളും അവർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന് കുട്ടിയുടെ ക്രാഫ്റ്റ് വർക്ക് എത്രയെന്ന് അറിയണ്ട, കുട്ടിയുടെ കഴിവ് എത്രയെന്ന് അറിയണ്ട, കുട്ടി മെഡിസിൻ ഫീൽഡിൽ ബെറ്റർ ആയിട്ടുള്ള കുട്ടികളാണെന്നൊന്നും അറിയണ്ട. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കുകയാണ് ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തി. ലൈഫ് ഹാസ് സോ മച്ച് മോർ ടു ഓഫർ. ഐ ഡോണ്ട് തിങ്ക് ഇനി ഒരു റിപ്പീറ്റിന് പോകാൻ വെർത്താണെന്ന്. ഐ കാണ്ട് അഫോർഡ് ടു പുട്ട് മൈസെൽഫ് ത്രൂ ദിസ് റൂത്ത്ലെസ് സൈക്കിൾ വൺസ് മോർ. ബട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത് റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കുറേ ലൈഫ് ലെസൺസ് ഒക്കെ കിട്ടി. ഇനി റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ആലോചിച്ച് മാത്രം ഡിസൈഡ് ചെയ്യുക. യു നെവർ നോ വാട്ട് നെക്സ്റ്റ് ഇയർ ഹാസ് ഇൻ സ്റ്റോർ ഫോർ യു.
ഈ നീറ്റ് ഒരു പാഠമാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം വി എക്സ്പ്ലോർ അതർ ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് us. എല്ലാ ഫീൽഡിലും എക്സലൻസ് പോസിബിളാണ്. ഒരു കുട്ടി നീറ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് നാട്ടിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡിൽ ചെയ്താൽ. പക്ഷേ ആ കുട്ടിക്ക് ഇപ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കിലോട്ടായി. അതിന് ആ കുട്ടി പറയണത്, ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തരുന്ന എല്ലാ ഡോക്യുമെൻസും അല്ലെങ്കിൽ എല്ലാ ബുക്സും എല്ലാം റെഫർ ചെയ്തിട്ട് അത്രയും എക്സലൻ്റായി പഠിച്ചാൽ പോലും അടുത്ത വർഷം എന്താ ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല എന്ന്. സോ എന്ത് ചോദിക്കുന്ന ഒരു ഐഡിയ ഇല്ലാത്തടത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ആ കുട്ടി ചോദിക്കുന്നത്. എന്നിട്ട് ആ കുട്ടി റിഗ്രറ്റഡ് ആണ്, ഇനി വേറെ ഏതെങ്കിലും കോഴ്സിന് പോവുകയാണ് എന്നാണ് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ 2-3-4 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് മാത്രമല്ല ഓപ്ഷൻ ഉള്ളൂ. ആ കുട്ടി അതിനകത്ത് വേറെ പോസിറ്റീവ് കാര്യം കൂടി വെക്കുന്നുണ്ട്, എല്ലാ ഫീൽഡിലും എക്സലൻസ് പോസിബിളാണ് എന്നുള്ളത്. 4th അറ്റംപ്റ്റ് ആണ്, പ്രീവിയസ് ഇയറിനേക്കാൾ മാർക്ക് കുറവാണ്, 390 ഇയറിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? OBC ആണ്, പ്ലീസ് ഗിവ് എ റിപ്ലൈ സാർ. ഇതൊന്നും എനിക്ക് അയച്ചിട്ടുള്ള കമൻസ് അല്ല കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത കമൻസും അല്ല. നിങ്ങൾ ഇന്ന് കാണുന്ന സോക്കാൾഡ് എല്ലാ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും അതിൻ്റെയൊക്കെ CEOസിൻ്റെ ഒക്കെ വീഡിയോസിൻ്റെ താഴെ കാണുന്ന കമൻസാണ്. ഇതല്ല, ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള കമൻസ് നിങ്ങൾക്ക് അതിൽ കാണാനും പറ്റും. സോ ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് 4ാമത്തെ അറ്റംപ്റ്റ് ആണ്. അതായത് ഈ കുട്ടി 4 അറ്റംപ്റ്റ് ചെയ്തു, 1, 2, 3 ചെയ്തിട്ട് 3ാമത്തെ റിപ്പീറ്റിനേക്കാളും കൂടിയ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് 4th റിപ്പീറ്റ് ഈ കുട്ടി ചെയ്തത്. അപ്പോൾ ആ റിപ്പീറ്റിനേക്കാളും മാർക്ക് കുറവാണ് എന്ന്. അതായത് ചിലപ്പോൾ ഈ കുട്ടിക്ക് 500-600 മാർക്ക് 3rd റിപ്പീറ്റിങ്ങിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം കൂടുതൽ കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഈ കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്കോർ എത്രയെന്ന് അറിയോ? 390. ഈ കുട്ടിക്ക് ഈ സ്കോറിൽ സെൽഫ് ഫിനാൻസ് പോലും കിട്ടാൻ പോകുന്നില്ല. സോ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഇത്. അത്ര പോലും ക്രെഡിബിലിറ്റി എക്സാമിന് ഇല്ല. നിങ്ങൾ 1, 2, 3 വർഷം നിങ്ങൾ IASന് പ്രിപ്പയർ ചെയ്തോളൂ. 1, 2, 3 വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ ഫസ്റ്റ് എത്തുമ്പോൾ ഇമ്പ്രൂവ് ആവും, സെക്കൻഡ് എത്തുമ്പോൾ ഇമ്പ്രൂവ് ആവും, തേർഡ് എത്തുമ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ആവും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. നിങ്ങൾ CAക്കോ CMO എന്തിനു വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്തോളൂ, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. പക്ഷേ നീറ്റ് അങ്ങനെ ഒരു എലിജിബിലിറ്റി ഉള്ള ഒരു എക്സാം അല്ല. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ എക്സാം എങ്ങനെ വരും, എന്ത് ചോദിക്കും, ഈ വർഷം ചോദിച്ച ഏറ്റവും വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് JEE മെയിൻസിന്, അതായത് എഞ്ചിനീയറിങ്ങിന് പോകേണ്ട കുട്ടികളുടെ ക്വസ്റ്റ്യൻസ് ആണ് മെഡിക്കൽ കരിയറിലുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. ഈ എക്സാമിൽ ഈ കുട്ടി JEE മെയിൻസിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് ഈ കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കുട്ടീനെ എഞ്ചിനീയറിംഗ് പ്രൊഫസർ ആക്കാനാണോ കൊണ്ടുപോകുന്നത്? അല്ല. ഒരു മെഡിസിൻ സ്റ്റുഡൻറ്റിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണോ ഇത്? ഒരു 3rd റിപ്പീറ്റോ 4th റിപ്പീറ്റോ 3, 4 അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ റിപ്പീറ്റ് ചെയ്ത കുട്ടി എങ്ങനെയും ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന കുട്ടിയുടെ മുന്നിൽ ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി എന്തിനു പിന്നെ 1-2 വർഷം കളഞ്ഞു? ഈ കുട്ടിയും കറക്കി കുത്തും. കാരണം കുട്ടിക്ക് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഇയറിൽ വന്ന ക്രാഷ് കോഴ്സ് എഴുതുന്ന കുട്ടിയും കറക്കി കുത്തും. എന്നിട്ട് ഇതിൽ കറക്കി കുത്തിലായിരിക്കണം ഫസ്റ്റ്, അവർ പാസ്സാവേണ്ട എക്സാമാണോ ഈ നീറ്റ്? സോ എന്തിനു 1, 2, 3 വർഷം റിപ്പീറ്റ് ചെയ്യുന്നു? സോ ഈ കുട്ടി ചോദിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും 390 മാർക്കാണ് ഇപ്രാവശ്യം കിട്ടുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 3 വർഷം എന്തിനു കളഞ്ഞു? 4 വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് കിട്ടണം 390 മാർക്ക്. ആ കുട്ടിയുടെ പ്രശ്നമല്ല. ആ കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം 570, 580 സംതിങ് ഉണ്ടാവും. നാട്ടിൽ സെൽഫ് ഫിനാൻസ് കിട്ടേണ്ട ആളാണ്. കുട്ടിയുടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ വർഷം 390. 4 വർഷം വെറുതെ പോയി. ഇനിയിപ്പോൾ വല്ല നഴ്സിങ്ങിനോ എഞ്ചിനീയറിങ്ങിനോ ജോയിൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടി വരും. സോ ഇതാണ് അവസ്ഥ. ഇത്രയും സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു കോഴ്സിന് നിങ്ങൾ നീറ്റ് പഠിച്ചിട്ട് 1-2 വർഷം എന്തിന് കളയുന്നു? ഈ വിദേശത്തുള്ള MBBSനെ ഭയന്നിട്ടോ? നമ്മളെക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് MBBS പഠിക്കുന്ന രാജ്യത്ത് പോയിട്ട് MBBS പഠിക്കാൻ എന്തിനുള്ള ഭയം? നാട്ടിൽ നിന്നുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിലോ നാട്ടിലുള്ള ആൾക്കാരോ എബ്രോഡ് MBBS ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ കളിയാക്കൽ ഭയന്നിട്ടോ? അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? നമ്മളെക്കാളും എല്ലാ ഘടകങ്ങളിലും മുന്നിൽ നിൽക്കുന്ന രാജ്യത്ത് MBBS മാത്രം മോശം. എന്നാൽ മെഡിക്കൽ ഫീൽഡിൽ മാത്രം ആ രാജ്യം ഡെവലപ്മെൻറ്റ് നടത്തുന്നില്ലേ? മെഡിക്കൽ സയൻസ് നീ എൻ്റെ രാജ്യത്ത് വളരേണ്ടതെന്ന് കൊണ്ട് ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഫീൽഡിലാണോ ആ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മളെക്കാൾ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള റഷ്യയിൽ MBBS നമ്മളെക്കാളും മോശമാണെന്ന് ഇപ്പോഴും നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ചിന്തിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾ 2-3 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് നാട്ടിൽ അവരുടെ പ്രഷേർഡായി അതിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റേ രാജസ്ഥാനിലുള്ള പ്രശസ്തമായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് സെൻ്ററിലാണ് ഏറ്റവും കുട്ടികൾ കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. രീതിയിൽ പോകുന്നത്. കാരണം ഒരു ക്രെഡിബിലിറ്റി ഇതിനകത്ത് വരുന്നില്ല. 2-3 വർഷം കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നു. നാട്ടിലാണിച്ചാലോ സോക്കോൾഡ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ആൾക്കാരൊക്കെ അവരും ചെയ്യുന്നത് ബിസിനസ്സാണ്. എബ്രോഡ്ക്ക് MBBSന് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ ഇതിൽ നാട്ടിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ ഒരു ആട്ടിൻതോലിട്ട ചെന്നായ പോലെ ബിഹേവ് ചെയ്യുന്നു. അവർ ചെയ്യുന്ന ബിസിനസ്സാണ്. പക്ഷേ അവർ നിങ്ങളുടെ മുന്നിൽ അങ്ങനെയാണോ പ്രസൻ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങളെ വിദേശത്തേക്ക് MBBSന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസി വിളിക്കുന്നു. ഈ സൈഡിൽ നിന്ന് നാട്ടിലെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി വിളിക്കുന്നു.
ഈ MBBS അബ്രോഡ് പോകുന്ന ആൾ വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സോക്കോൾഡ് മൈൻഡ് എന്താ, ഇവന് പൈസ കിട്ടണം, അതിനു വേണ്ടി കൊണ്ടുപോവുകയാണ്. സോ ഇവന് ആൾറെഡി ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിങ്ങൾ കാണുന്നു, നിങ്ങൾ പോകുന്നില്ല. ഇവിടെ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പരസ്യമോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നവരോ നിങ്ങൾ കാണുന്ന അവിടുത്തെ ഫാക്റ്റ് എന്താണ്? നിങ്ങളെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നാട്ടിൽ ഗവൺമെന്റിൽ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഏജൻസി വിളിക്കുന്നത്. എന്നാൽ അതിൻ്റെ വ്യത്യാസം ഞാൻ പറയട്ടെ. നിങ്ങൾ വിദേശത്തേക്ക് MBBS പോയിട്ട് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 30% വിന്നിങ് പെർസെൻറ്റേജ്. ഇവിടെ നാട്ടിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചിട്ട് നിങ്ങൾ ഇനി 4ാമത്തെ 3ാമത്തെ തവണ ഇന്ത്യയിൽ കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് ഉള്ള 3%. സോ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ? പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം. ഇവിടെ എൻട്രൻസിന് വിദേശത്തേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 50,000 രൂപയോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതിൽ കുറവോ കിട്ടുമായിരിക്കും. ഇവിടെ അതാണോ അവസ്ഥ? ഇവിടെ 100 പിള്ളേരെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇവിടെ 10,000 പിള്ളേരെ അഡ്മിഷൻ എടുക്കുന്നത്. കിട്ടുന്ന ഇതേ എമൗണ്ടിൻ്റെ അത്രയോ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹോസ്റ്റലും മറ്റു കാര്യങ്ങളും കിട്ടും. സോ ഇവിടെ നിങ്ങളുടെ മനസ്സിലോട്ട് സ്റ്റാറ്റിക്കായിട്ടൊരു ചിന്ത കൊണ്ട് വെച്ചേക്കാണ് വിദേശത്തെ MBBSന് പ്രശ്നമാണെന്നും നാട്ടിലെ എൻട്രൻസ് 1, 2, 3 തവണ എത്ര പറ്റുവാണെങ്കിൽ റിപ്പീറ്റ് ചെയ്തോ എന്നുള്ളൊരു സ്റ്റാറ്റിക് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. വിദേശത്തെ എല്ലാ കോഴ്സിനും പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, MBBS മാത്രം വിദേശത്ത് പഠിക്കുമ്പോൾ എന്താ അതിനകത്തുള്ള ഒരു പ്രശ്നമുള്ളത്? ഞാൻ ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുള്ള. ഇതൊക്കെ പോട്ടെ, നാട്ടിൽ നിങ്ങൾ 4 വർഷം MBBS പഠിച്ചിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന പേറോള് 80,000 90,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും MBBS കഴിഞ്ഞിട്ട് കിട്ടുന്നത്. എന്നിട്ട് കുട്ടികൾ ഇത് വേണ്ടാന്ന് കൊണ്ട് വിദേശത്ത് കിട്ടെറിഞ്ഞു പോകുന്നു. അതായത് UK-ക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിലേക്കും മിഡിൽ ഈസ്റ്റിക്കും ഒക്കെ കുട്ടികൾ പോവുകയാണ്. ഇവിടെ സാലറി കുറവാണ് MBBS ഡോക്ടേഴ്സ്. സോ വിദേശത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ നാട്ടിൽ 2-3 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്? സോ ബെറ്റർ ലൈഫ് സ്റ്റൈലിനും ഇനിയുള്ള നമ്മുടെ നാട്ടിലുള്ള സാലറി കുറവുള്ളതുകൊണ്ടും ഡോക്ടേഴ്സ് കൂടുതലായതുകൊണ്ടും ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് റാങ്ക് അടിച്ച് കേരളത്തിൽ നിന്നാൽ പോലും കേരളത്തിൽ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വിദേശത്ത് പോകുന്നുണ്ടാവും. സോ അങ്ങനെ നാട്ടിൽ നിൽക്കുമോ വിദേശത്തേക്ക് പോവുമോ ഇന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യത്തിന് നീറ്റ് എക്സാം എഴുതിയാൽ കിട്ടുമോ, അടുത്ത വർഷം കുറയുമോ, അത് കൂടുമോ, ഇങ്ങനെ ഒരു ധാരണ ഇല്ലാത്തതിന് വേണ്ടിയിട്ട് 1-2 വർഷങ്ങൾ കളയുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്തിൻ്റെ പേരിൽ? ഒരു ഭയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് വിദേശത്തെ MBBSന് പ്രശ്നമെന്നുള്ളത്. സോ ഞാൻ ഇത്രയും ഫയറായിട്ട് സംസാരിച്ചത് ഇത്രയും കുട്ടികളുടെ ഒരു റിവ്യൂസും കാര്യങ്ങളും കാണുമ്പോൾ കമൻ്റൊക്കെ വായിക്കുമ്പോൾ സങ്കടം വരും. ഇനിയിപ്പോൾ അടുത്ത കമൻറ്റിലോട്ട് പോവാം. എനിക്ക് മോക്കെല്ലാം 550+ ഉണ്ടായിരുന്നു, ബട്ട് ഇന്നലത്തെ ആൻസർ കീ നോക്കിയപ്പോൾ 370 വരുന്നുള്ളൂ. ഒരു മിനിറ്റ്. ഇനി വേറൊരു കുട്ടിയുടെയാണ്. കഴിഞ്ഞ ഇയർ 630 ഉണ്ടായിരുന്നു, ഈ വർഷം 470. ആരോട് ഈ സങ്കടം പറയുന്നു? 630 ഉണ്ടായിരുന്ന കുട്ടിക്ക് അടുത്ത വർഷം നമ്മളൊക്കെ ചിന്തിക്കും, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കൂടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് നേരെ 200 മാർക്കൊക്കെ കുറയുക ചെയ്യണമെന്നുള്ള സങ്കടകരമായിട്ടുള്ള പ്രശ്നം. ഇനി ഒരു കുട്ടി, I got 371 ആസ് എ റിപ്പീറ്റർ. ഒരു റിപ്പീറ്ററിന്റെ വിഷമം എനിക്കറിയാം. റിപ്പീറ്റർ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 371 സ്കോർ ചെയ്യുന്ന ആ കുട്ടിയുടെ പ്രശ്നമല്ല, എക്സാംസിന്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള കാര്യം. ഇനി വേറെ കുട്ടി, ഈ കുട്ടി ഇച്ചിരി ഫാക്ച്വൽ ആയിട്ട് ഇട്ടിരിക്കുന്നത് 422 സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടുമായിരിക്കുമോ? അതായത് 422 സ്കോറുള്ളവർക്ക് സെൽഫ് ഫിനാൻസ് കിട്ടുമെന്ന്. 548 2024 കിട്ടി, 422 2025. ഇറ്റ്സ് റിയലി ഹേർട്ടിങ് മീ. അതായത് കഴിഞ്ഞല്ല 548 സ്കോർ ഉള്ളവർക്കാണ് സെൽഫ് ഫിനാൻസ് കിട്ടിയത്. ഈ കുട്ടിക്ക് 422 സ്കോർ ഉള്ളൂ. ഈ 422 സ്കോറിന് സെൽഫ് ഫിനാൻസ് കിട്ടുമെന്ന് നോ ഓപ്ഷൻ, ഒരു സാധ്യതയില്ല. 2-3 വർഷം റിപ്പീറ്റ് ചെയ്ത ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ അവസ്ഥ എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ടഫായിരുന്നു, 2-3 വർഷം റിപ്പീറ്റ് ചെയ്തവർക്ക് ഒരു അവസ്ഥയും വരുന്നില്ല, അതായത് ഒരു പാകും കിട്ടുന്നില്ല. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം, അതായത് നാഷണൽ എക്സിറ്റ് എക്സാം. ഈ നാഷണൽ എക്സിറ്റ് എക്സാം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് MBBS പഠിച്ചാലും നാട്ടിൽ നിന്ന് MBBS പഠിച്ചു കഴിഞ്ഞാലും നാട്ടിലെ ലൈസൻസിങ് എക്സാം കിട്ടണമെങ്കിൽ ആ കുട്ടികളെല്ലാം ഒരു ബെഞ്ചിലിരുന്ന എക്സാം എഴുതി കഴിഞ്ഞാലാണ് നാട്ടിൽ ലൈസൻസിങ് കൊടുക്കുള്ളൂ. സോ നോട്ട് ദ പോയിന്റ്. നിങ്ങൾ 3-4 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് കേരളത്തിൽ കിട്ടിയ ഡോക്ടർ ആയാലോ, അല്ലെങ്കിൽ 1 കോടിയോ 1.5 കോടി റുപ്യ കൊടുത്ത് കേരളത്തിൽ റിപ്പീറ്റ് ചെയ്ത് ഡോക്ടർ ആയാലോ, അതല്ലെങ്കിൽ വിദേശത്ത് നിന്ന് MBBS കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഡോക്ടർ ആവുകയാണെങ്കിലോ, എല്ലാവരും ഒരു ബെഞ്ചിലിരുന്നിട്ട് ഒരേ എക്സാമിനേഷന് എഴുതി പാസ്സാവണം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് ഇതിനകത്തുള്ള കാര്യം. സോ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ 2-3 വർഷം റിപ്പീറ്റ് ചെയ്യുന്നത്? എന്തായാലും അത് 2018 വന്നാണ്. നാട്ടിലെ പ്രൈവറ്റ് കോളേജുകളും മറ്റവരൊക്കെ പ്രശ്നത്തിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇത്തിരി ഡിലേ ആയത്. എന്തായാലും അതൊരു 1-2 വർഷം കൊണ്ട് അത് ഇംപ്ലിമെന്റ് ആവും. അത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ പഠിച്ചിട്ടും കാര്യമില്ല, വിദേശത്ത് പഠിച്ചിട്ടും കാര്യമില്ല. കാരണം നാട്ടിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല,
വിദേശത്ത് പഠിക്കുന്ന കുട്ടികളും നാട്ടിൽ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ഈ തിരിച്ചു വന്നാലുള്ള എക്സാമിനേഷൻ ഒരുമിച്ച് എഴുതേണ്ടി വരും. സോ ഞാൻ എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ മടിയായിട്ട് അവിടുത്തെ തിരിച്ചു വന്നാലുള്ള എക്സാമിനെ ഭയപ്പെട്ടിട്ട് നാട്ടിൽ 1 കോടിയോ 2 കൊല്ലോ 3 കൊല്ലോ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമല്ല. എല്ലാവർക്കും അത് ഈക്വൽ ആക്കാൻ വേണ്ടി പോകുക എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ അനലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളുടെ ഒരു ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഫാക്ച്വൽ കണക്കിലോട്ട് ഞാൻ പോവാം. ഈ ഫാക്ച്വൽ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ എഴുതുന്നുണ്ട്, എത്ര കുട്ടികൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അതായത് എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, എത്ര സ്റ്റുഡൻസിന് കിട്ടാനുള്ള ചാൻസ് എന്നുള്ളതിനെ കംപ്ലീറ്റ് ഡാറ്റാസ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ വെറുതെ എയറിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയല്ല, നിങ്ങൾ നോക്കിക്കോളൂ. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഫോർ നീറ്റ് ഇൻ കേരള. കേരളത്തിൽ ഒരു വർഷം വിദ്യാർത്ഥികൾ എഴുതുന്ന, അതായത് നീറ്റിന് വേണ്ടി എഴുതുന്ന കുട്ടികളുടെ കണക്ക് 1.5 lakhs. നമ്പർ ഓഫ് ഗവൺമെൻറ് സീറ്റ്സ്. ഗവൺമെൻറ് സീറ്റ്സിൻ്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1700 ഈ 1700 റിസർവേഷൻ ഉൾപ്പെടെ. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ, റിസർവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്കിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും. സോ ഇൻക്ലൂഡിങ് റിസർവേഷൻ 1700 ഗവൺമെൻറ് സീറ്റ്സ് കേരള. ഇനി നമ്പർ ഓഫ് പ്രൈവറ്റ് സീറ്റ്സ് 2600. സോ ടോട്ടൽ സീറ്റ്സ് വരുന്നത് 4300. അതായത് 1.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് ആകെ എഴുതുന്നതിൽ 1700 ഗവൺമെൻറ് സീറ്റ്സ് ഇൻക്ലൂഡിങ് റിസർവേഷൻ, 2600 പ്രൈവറ്റ്. സോ ടോട്ടൽ കേരളയിൽ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും പാടെ കിട്ടുന്നത് 4500 സീറ്റ്. 4300 to 4500 സീറ്റാണ് മാക്സിമം കേരളത്തിൽ കിട്ടുന്ന സീറ്റ്, അതായത് ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇനി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഗവൺമെൻറ് സീറ്റ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ കൂട്ടിക്കോളൂ. 1700 ഗവൺമെൻറ് സീറ്റ് ഹരിക്കണം 1,50,000 കുട്ടികൾ എഴുതുന്നു. സോ ഈക്വൽ 1.13%. ഈ 1.13% മാത്രമാണ് ഒരു കുട്ടി നീറ്റ് എക്സാം ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തിട്ടോ സെക്കൻഡ് ഇയർ റിപ്പീറ്റ് ചെയ്തിട്ടോ തേർഡ് ഇയർ റിപ്പീറ്റോ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ്. ഇത് ഗവൺമെൻറ് സീറ്റ്, അതായത് ഫുള്ളി ഫ്രീ ആയിട്ടുള്ളത്. ഇനി ഗവൺമെൻറ്റും പ്രൈവറ്റും സെൽഫ് ഫിനാൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കുട്ടിക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത നമുക്ക് കണക്കാക്കാം. അതായത് 4300 ഹരിക്കണം 1,50,000 ഈക്വൽ ടു 3%. സോ നിങ്ങളൊന്ന് നോക്കി നോക്കൂ ഇതിൻ്റെ ഒരു അവസ്ഥ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് 1.13%, പ്രൈവറ്റ് സീറ്റും ഗവൺമെൻറ് സീറ്റും ഒരുമിച്ച് കിട്ടാനുള്ളതിൻ്റെ റേഷ്യോ 3%. സോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കരിയറിലെ 1 ഇയർ, അതല്ലെങ്കിൽ 2 ഇയർ, അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ പ്രകാരം 2-3 വർഷമൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ കിട്ടാനുള്ള 1%നോ അതല്ലെങ്കിൽ 3% വേണ്ടിയിട്ട്. റിപ്പീറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ എന്തിന് കൊണ്ടുവന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ഏത് കോഴ്സിനുണ്ട് ഇങ്ങനെ ഒരു റിപ്പീറ്റിംഗ് സമ്പ്രദായം? ഈ റിപ്പീറ്റിംഗ് എന്നുള്ള സമ്പ്രദായത്തിന് എനിക്കറിയാവുന്ന ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. മുമ്പ് കാലങ്ങളിൽ സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾക്ക് 2.5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ. ഒരു 6 വർഷം മുന്നേ 8 വർഷം മുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ ഗവൺമെൻറ് സീറ്റിന് ഫ്രീ, സെൽഫ് ഫിനാൻസിങ് സീറ്റിന് 3-4 അല്ലെങ്കിൽ 3-2 ലക്ഷം രൂപയ്ക്ക് പെർ ഇയർ ഫീസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഒരു കുട്ടിനെ സെൽഫ് ഫിനാൻസിങ്ങിലോ പ്രൈവറ്റിലോ ഒരു കുട്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് പ്രൈവറ്റ് സീറ്റിൻ്റെ റേറ്റ് 8.5 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ മാറ്റിയിട്ടുണ്ട്. സോ ടോട്ടലി 40 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഈ 15-20 ലക്ഷം രൂപയുടെ സീറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് മുൻപ് കുട്ടികൾ 1-2 വർഷം റിപ്പീറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. അതായത് ഞാൻ വീണ്ടും പറയാം, അതായത് മുൻപ് കുട്ടികൾ റിപ്പീറ്റ് ചെയ്തിരുന്നത് ഗവൺമെൻറ്റിൻ്റെ സീറ്റിനും പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയോ പ്രൈവറ്റ് സീറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 15-20 ലക്ഷം രൂപ എവിടുന്നേലും വായ്പ എടുത്തിട്ടോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടോ അടക്കാൻ പറ്റുന്ന 4300 സീറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത് ഒരു സാധാരണ ഫാമിലി. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും പ്രൈവറ്റ് സീറ്റിൻ്റെയും റേറ്റ് 40 ലക്ഷം രൂപയുടെയും മേലെ പോയി. സോ ഒരു സാധാരണ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഇന്ന് ഗവൺമെൻറ് സീറ്റ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. ആ ഗവൺമെൻറ് സീറ്റിൽ നിങ്ങൾക്ക് ഒരു റിസർവേഷനും ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വീണ്ടും കഷ്ടത്തിലായി. അങ്ങനെ പോലും നമുക്ക് കണക്ക് പ്രകാരം നോക്കുമ്പോൾ 1.13% മാത്രമാണ് നമുക്ക് കിട്ടാനുള്ള റേഷ്യോ ഉള്ളത്. സോ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കോമൺലി നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഏത് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ആണെങ്കിലും നാട്ടിൽ ആര് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിലും എല്ലാവരും റിപ്പീറ്റ് ചെയ്യൂ.
ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ നിങ്ങളെടുത്ത് റിപ്പീറ്റ് ചെയ്യരുത്, ഇനി മോള് വേറെ ഏതെങ്കിലും കോഴ്സിന് പൊക്കോളൂ എന്ന് പറയാറുണ്ടോ? MBBS അബ്രോഡിനെ ഒഴിവാക്കിയേക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങളടുത്ത് പറയാറുണ്ടോ? പറയത്തില്ല. ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ പറയും അടുത്ത കൊല്ലം ഫീസ് ഒഴിവാക്കി തരാം, അടുത്ത കൊല്ലം പഠിച്ചു എന്ന്. 2 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഫീസും ഹോസ്റ്റലും ഒഴിവാക്കി തരാം, 2 കൊല്ലം പഠിച്ചു, അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്തു. 2 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് ഫീസും ഇതുമില്ല, വേണമെങ്കിൽ ഒരു 50,000 റുപ്യ അങ്ങോട്ട് സ്കോളർഷിപ്പ് തരാം, നിങ്ങൾ പഠിച്ചോളൂ എന്ന്. ഇതിങ്ങനെ ഒരു റിപ്പീറ്റിങ്ങിൻ്റെ ഒരു സമ്പ്രദായം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇന്നലത്തെ ഒരുപാട് കമൻസ് ഉണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒത്തിരി സ്റ്റുഡൻസ് ഈ നീറ്റിൻ്റെ പ്രഷർ കാരണം സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് എന്നുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മിക്കവാറും നീറ്റ് അടുത്ത വർഷത്തോട് കൂടിയിട്ട് തുടച്ച് നീക്കപ്പെടേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് ഒരു ലീഗൽ വശമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. അവർ 2-3 വർഷമായിട്ട് നീറ്റിന് എതിരെ സംസാരിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല അടുത്ത വർഷം തമിഴ്നാട് ഗവൺമെൻറ് ഇത് അംഗീകരിക്കുന്നു. കാരണം ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പർ വന്നിട്ട് അവിടെ ഇനിയും വലിയ പ്രശ്നങ്ങളുണ്ടാവും, അവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. സോ തമിഴ്നാടൊക്കെ അടുത്ത വർഷത്തോട് ഈ നീറ്റ് എന്ന് പറഞ്ഞ സമ്പ്രദായം എടുത്ത് ഒഴിവാക്കുന്നുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇത്രയും ഡിഫിക്കൽറ്റി ആയിട്ടും ഇത്രയും ഇംപ്രാക്ടിക്കൽ ആയിട്ടും നടത്തുന്ന ഒരു എക്സാമിനേഷനെ കുറിച്ചിട്ട് ആണ് നിങ്ങൾ 1, 2, 3 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എബ്രോഡ് MBBS കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി കൺവേർഷനിലോട്ട് വരികയല്ല, ഞാൻ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ കണക്കിലോട്ട് വരാം. വിദേശത്ത് MBBS എബ്രോഡ് പോകുന്നവരുടെ തിരിച്ചു വന്നാൽ ഒരു എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷൻ ഫെയിലിയർ ആവും, കുട്ടികൾക്ക് അത് പാസ്സാകാൻ പറ്റുന്നില്ല എന്ന് ടെക്നിക്കലി പറഞ്ഞിട്ടാണല്ലോ കുട്ടികൾ 2, 3, 4 വർഷം റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് ലാസ്റ്റ് ഇയർ കണക്ക് എത്രയാണെന്നറിയോ? 30%. നമ്മളെ മുന്നിൽ നീറ്റിൽ കിട്ടാനുള്ള ചാൻസ് 3% ആണ്, പ്രൈവറ്റും ഗവൺമെൻറ്റും പാടെ കൂട്ടിയാൽ. വിദേശത്തു നിന്ന് MBBS കഴിഞ്ഞിട്ട് നാട്ടിൽ FMG പാസ്സാനുള്ള പെർസെൻറ്റേജ് 30%. അതായത് നിങ്ങൾ ഇവിടെ 1, 2, 3 വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് +2 കഴിഞ്ഞ് വിദേശത്തോട്ട് ഡയറക്റ്റ്ലി പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു വന്നിട്ട് നാട്ടിൽ കിട്ടാനുള്ള ചാൻസ് 10 മടങ്ങാണ്. പിന്നെയും എന്തിനാണ് ഈ എബ്രോഡ് MBBS ഇത്രയും ഡീമെറിറ്റ് ചെയ്ത് സംസാരിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ചിന്തയും കിട്ടുന്നില്ല. ബേസിക്കലി ഇതിനകത്ത് ഫുള്ള് ബിസിനസ്സാണ്. വിദേശത്തേക്ക് MBBS ചെയ്യുന്നവരും അവരുടെ ബിസിനസ്സിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിൽ അഡ്മിഷൻ ചെയ്യുന്നവരും നാട്ടിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നവരും അവരും അവരുടെ ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. വിദേശത്തോട്ട് അഡ്മിഷൻ ചെയ്യുന്നവരുടെ മാർക്കറ്റിംഗ് കണ്ടാൽ തന്നെ അറിയാം അവർ ഫാക്ച്വലായിട്ട് ഒരു ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെന്നുള്ള ഇത് മനസ്സിലാവുന്ന രീതിയിലാണ്. നാട്ടിലുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ നാട്ടിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നവരുടെ ഒന്നും നമുക്കതൊരു ബിസിനസ് ഫോർമുലയായിട്ട് തോന്നില്ല. നമ്മളെ കുട്ടികളെ എന്തോ കുറഞ്ഞ ചിലവിൽ പഠിപ്പിച്ചിട്ട് എന്തോ വലിയ കിട്ടാൻ പോകുന്ന ഒരു MBBS നമുക്ക് നാട്ടിൽ എടുത്തു തരുന്ന പോലെ ഉള്ള ഒരു ദേവദൂതരെ പോലെയാണ് നമുക്ക് കാണുന്നത്. സോ ഇതിനകത്ത് ആരാണ് കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്? വിദേശത്തോട്ട് MBBS എടുക്കുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്കാരുടെ ബിസിനസ് ആണോ? അവരാണോ കൂടുതൽ ഇതിനകത്തോട്ട് 30, അതായത് നിങ്ങളൊരു കുട്ടി MBBS പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഡോക്ടറാവാൻ 30% ചാൻസ് ഉള്ളതാണോ? നിങ്ങൾ 2, 3, 4 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് 3% മാത്രം ചാൻസ് ഉള്ളവരാണോ നിങ്ങളെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നതും ചീറ്റ് ചെയ്യുന്നതും? ഇതിൽ ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്യിക്കപ്പെടുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക.